നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലേഖന വിവാദത്തിൽ ഇടപെട്ട് AICC. ശശി തരൂരുമായി ചർച്ച നടത്തി രാഹുൽ ഗാന്ധി. ഖർഗയെയും കണ്ട് തരൂർ. രഹസ്യ ചർച്ച ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് ന്യൂസ് 18. ശേഷം ശശി തരൂർ ആദ്യമായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. 5:20 10 ജൻപത് വസതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. പാതിവില തട്ടിപ്പിൽ ഇഡിയുടെ നിർണായക നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസിലും റെയ്ഡ്. ലാലി വിൻസെന്റിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായി. പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. വായ തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പിയിട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. കാര്യവട്ടം റാഗിംഗിൽ 7 പേർക്ക് സസ്പെൻഷൻ. കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. കോട്ടയത്തെ റാഗിംഗിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം. പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നാളെ മയക്കുവെടിവെക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഡോക്ടർ അരുൺ സഖറിയയും സംഘവും. തിരുവനന്തപുരം പാലോട് കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. മൂന്നാറിൽ പരാക്രമണം തുടർന്ന് പടയപ്പ. കോയമ്പത്തൂർ കൂട്ടബലാത്സംഗത്തിൽ പ്രതിഷേധം ശക്തം. തമിഴ്നാട്ടിൽ സ്ത്രീകൾ ആരും സുരക്ഷിതരല്ലെന്ന് അണ്ണാമലൈ. ഫോൺ ഉപയോഗത്തിലെ തർക്കത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. സഹോദരി കിണറ്റിൽ ചാടി രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരൻ മുങ്ങിമരിച്ചു. സംഭവം തമിഴ്നാട് പുതുക്കോട്ടയിൽ. ഇന്ത്യ ഖത്തർ വാണിജ്യ സഹകരണത്തിന് ധാരണ. ഇരട്ട നികുതി ഒഴിവാക്കാൻ കരാർ. കൂടുതൽ പ്രകൃതിവാതകം വാങ്ങും. സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ അമീർ മടങ്ങി. കാനഡയിൽ ഒഴിവായത് വൻ വിമാനാപകടം. ലാൻഡിംഗിനിടെ വിമാനം തലകീഴായി മറിഞ്ഞു. 17 പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക ചർച്ച. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ധാരണ. ഉന്നതതല ചർച്ച വിജയമെന്ന് റഷ്യ. റഷ്യയ്ക്ക് വഴങ്ങില്ലെന്ന് സെലൻസ്കി. രഞ്ജി ട്രോഫി സെമിയിൽ കേരളം മികച്ച നിലയിൽ. സെഞ്ചുറിയുമായി മുഹമ്മദ് അസറുദ്ദീൻ. ലോകം ചാമ്പ്യൻസ് ട്രോഫി ആരവത്തിലേക്ക്. ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ. വാർത്തയിലേക്ക് വിശദമായി. ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂരുമായി ചർച്ച നടത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 10 ജൻപത്തിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സോണിയാഗാന്ധിയും പങ്കെടുത്തതായി വിവരം. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഉൾപ്പെടെ നിലനിന്നിരുന്ന ശശി തരൂരിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായാണ് സൂചന. അതീവ രഹസ്യമായി നടന്ന കൂടിക്കാഴ്ചയുടെ വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തുവിട്ടത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശശി തരൂർ ആദ്യമായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. 5:20 10 ജൻപത് വസതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. നിർണായക കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ഈ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ട മിനിറ്റുകൾക്കകം AICC ആസ്ഥാനത്തിനടുത്തുള്ള സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ 10 ജൻപതിലേക്ക് ശശി തരൂരിന്റെ വാഹനമെത്തി. മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും മൗനം തുടർന്ന് തരൂർ ഉള്ളിലേക്ക്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ശശി തരൂർ തനിച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. 2022 ഒക്ടോബർ 17 ശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പലതവണ തരൂർ അവസരം തേടിയെങ്കിലും നിഷേധിക്കപ്പെടുകയായിരുന്നു. അതിനിടെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലെ വിവാദങ്ങളുടെ പേരിൽ സംസ്ഥാനത്തെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തരൂരിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തെ സമീപിച്ചതോടെയാണ് നിർണായക ഇടപെടലിന് രാഹുൽ ഗാന്ധി തന്നെ അകൽച്ച മറന്ന് മുൻകൈയെടുത്തത്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്ന പരസ്യ നിലപാടെടുത്ത നേതാക്കളെയും തരൂർ പാർട്ടി വിട്ടേക്കുമെന്ന് പ്രചാരണം നടത്തിയ രാഷ്ട്രീയ എതിരാളികളെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത മഞ്ഞുരുക്കൽ നീക്കം. സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ 1 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയിൽ ദേശീയ സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയായതായാണ് വിവരം. 10 ജൻപതിലെ പ്രധാന കവാടം ഒഴിവാക്കി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയായിരുന്നു ശശി തരൂരിന്റെ മടക്കം. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയാകാതിരിക്കാൻ
രാഹുൽ ഗാന്ധി തന്നെയാണ് തരൂരിന് നിർദ്ദേശം നൽകിയതെന്നാണ് സൂചന. ശശി തരൂരിനെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പോഷക സംഘടനകളുടെ പ്രതിഷേധങ്ങൾ വിലക്കി KPCC നേതൃത്വവും രംഗത്തെത്തിയതോടെ ലേഖന വിവാദത്തിന്റെ പേരിൽ ശശി തരൂരിനെതിരെ നടന്ന പരസ്യ വെടിപ്പലക്കലുകൾക്ക് തൽക്കാലത്തേക്കെങ്കിലും വിരാമം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം. പ്രതികളുടെ വീടുകളിലും ഓഫീസിലും ED പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി. മുഖ്യപ്രതികളായ അനന്തകൃഷ്ണൻ, ആനന്ദകുമാർ, ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു. രാവിലെ 7 മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത്. ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ED സംഘം രേഖകളടക്കം പിടിച്ചെടുത്തു. ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. മറൈൻ ഡ്രൈവിലുള്ള വസന്ത വിഹാർ ഫ്ളാറ്റിലെ 108 നമ്പർ മുറി, ഈ ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ED സംഘം ഉണ്ട്. അവർ അകത്താണ്. ഇപ്പോൾ ഡോറ് അടച്ചിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉള്ളിൽ കയറി അവർ പരിശോധന നടത്തുകയാണ്. അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറായിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ നിന്നും 45 ലക്ഷം രൂപ താൻ കൈപ്പറ്റിയെന്ന് ലാലി വിൻസെന്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ED അന്വേഷിക്കുന്നത് ഈ തുക, ഈ പറയുന്ന 45 ലക്ഷം രൂപ തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്, മറ്റ് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. ഇതേ സമയത്തു തന്നെ ആനന്ദകുമാറിന്റെ സായി കേന്ദ്രത്തിലും പരിശോധന തുടങ്ങി. തോന്നയ്ക്കലെ സായി ഗ്രാമത്തിലും ശാസ്തമംഗലത്തിലെ വീട്ടിലും ഓഫീസിലും പരിശോധന. രാവിലെ 7 മണിക്കാണ് ആനന്ദകുമാറിന്റെ ശാസ്തമംഗലത്തെ വീട്ടിൽ റെയ്ഡ് തുടങ്ങിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു സംഘം രാവിലെ 7 മണിയോടുകൂടി ഈ ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള ആനന്ദകുമാറിന്റെ വീട്ടിലേക്ക് റെയ്ഡിന് എത്തുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 2.5 മണിക്കൂറോളം അവിടെ റെയ്ഡ് തുടർന്നു. അതിനിടയിലാണ് ഒരു സംഘം കൂടി 9 മണിയോടുകൂടി ഈ സായിഗ്രാമിന്റെ ഇവിടെ തന്നെയുള്ള ഓഫീസിലേക്കും എത്തിയത്. സായിഗ്രാം കേരളയുടെ ശാസ്തമംഗലം ജംഗ്ഷനിലെ ഓഫീസ്, അതുപോലെ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസും ഇവിടെ പ്രവർത്തിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ പ്രധാനമായ പരിശോധന. അനന്തകൃഷ്ണന്റെ തൊടുപുഴ കൊളപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന. നിർണായകമായ രേഖകൾ ED പിടിച്ചെടുത്തു. സംസ്ഥാന പോലീസിനെ മറികടന്നുള്ള ED സംഘത്തിന്റെ മിന്നൽ നീക്കം ക്രൈംബ്രാഞ്ചിനെ അമ്പരപ്പിച്ചു. കേസെടുത്തെങ്കിലും ഇതുവരെ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. ED പരിശോധന ആരംഭിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘവും ഉണർന്നു. അനന്തകൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനിയിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പാതിവില തട്ടിപ്പ് കേസിൽ ED കേസെടുത്തത്. പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതാണ് ED പരിശോധിക്കുന്നത്. അക്കൗണ്ട് വിവരങ്ങളടക്കം ED ശേഖരിച്ചിട്ടുണ്ട്. റെയ്ഡിന് ശേഷം നിർണായകമായ രേഖകൾ EDയുടെ കൈവശമെത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് 18, കൊച്ചി, തിരുവനന്തപുരം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഒരാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. ഭരണഘടനാ പദവിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത്. ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് കോടതി. മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചതെന്ന് ഹൈക്കോടതി ചോദിച്ചു. കേസെടുക്കുന്നതെല്ലാം മനസ്സർപ്പിച്ച് തന്നെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്തതിനാലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 27-ന് പരിഗണിക്കും. തിരുവനന്തപുരം കാര്യവട്ടം കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 7 പേർക്ക് സസ്പെൻഷൻ. യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി റാഗ് ചെയ്തത് SFI പ്രവർത്തകരാണെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ 11-ന് ക്യാമ്പസിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. പിന്നാലെ 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. SFI പ്രവർത്തകരാണ് റാഗ് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ദുരനുഭവം വിവരിച്ചു. ഷർട്ട് വലിച്ചു കീറി, കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം നൽകി. ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട്
വാ കൊണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പിയിട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. മറ്റൊരു ജൂനിയർ വിദ്യാർത്ഥിയെ തിരഞ്ഞെത്തിയ സംഘമാണ് ബിൻസിനെ മർദ്ദിച്ചത്. കോളേജിലെ ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. റാഗ് ചെയ്ത 7 സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് അധികൃതർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി ചാണ്ടിയുമ്മൻ MLA. ഇടത് സംഘടനാ ബന്ധമുള്ളതുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തി. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോട്ടയം തിരുനക്കരയിൽ ചാണ്ടിയുമ്മൻ ഏകദിന ഉപവാസം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. എല്ലാ റാഗിംഗ് കേസുകളിലും SFI ഒരു ഭാഗത്തുണ്ടെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. റാഗിംഗിനെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളുമായി രംഗത്തിറങ്ങും. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുമായി അക്കാര്യം ചർച്ച ചെയ്തുവെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. SFIയുടെ സംസ്ഥാന സമ്മേളനം ഒരു തിരുത്തലുകൾക്ക് വേദിയാകുന്ന ഒരു സമ്മേളനമായി മാറട്ടെ എന്ന് ഞങ്ങൾ കരുതുകയാണ്. അത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്താനുള്ള ഒരു വേദി മാത്രമായി മാറാതെ KSUവിനെ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകളെക്കെതിരെ കരിവാരി തേക്കുന്ന അല്ലെങ്കിൽ അവരെ മോശം വരുത്തുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാതെ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കാൻ, വിദ്യാർത്ഥിപക്ഷ ചിന്താഗതികളെ ഉയർത്തിപ്പിടിക്കാൻ ആ സംഘടനയ്ക്ക് എങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി ആ സമ്മേളനത്തിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുന്നു. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ 13-കാരന്റെ കർണപടം തകർന്നു. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 13-കാരനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു. 2 ആഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. പേരും സ്കൂളും ചോദിച്ച് സ്കൂൾ പറഞ്ഞപ്പോൾ അടിച്ച്. എൻ്റെ സ്കൂളല്ല, വേറെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. തലക്കും ചെവിക്കും അടിച്ച് ചവിട്ടൊക്കെ ചെയ്തു. ചെവിക്ക് പാടൊക്കെ ഹോൾസ് ഉണ്ട്. അന്ന് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ചെവി അടയുകയൊക്കെ ചെയ്തു. ഇരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. എന്നാൽ മർദ്ദിച്ചവരെ മുൻ പരിചയമില്ലെന്നാണ് കുടുംബം പറയുന്നത്. മകനെ അറിയാത്ത കുട്ടികളാണിത്. അവനൊരു പേരറിയില്ല, ഇത് സ്കൂളാണ് പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പയ്യോളി സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് അറിഞ്ഞത്. അവരൊരു വീഡിയോ, അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മളെ കയ്യിലെത്തി. അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. 10 ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥ ഇല്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചതെന്നും കുടുംബം. ഇനി എന്തെല്ലോ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ. മൊഴിയൊരിക്കലെടുത്തതാ ബസ്സില്. പിന്നെ അങ്ങനല്ല പറഞ്ഞത്. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു ഇതിൽ നമുക്കൊരു നീതിയില്ല. അവര് കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നീതി, നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ നമ്മളോട് പെരുമാറിയത്. സാരമായി പരിക്കേറ്റതിനാൽ കുട്ടിക്ക് ഡോക്ടർമാർ 3 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പയ്യോളി. കോയമ്പത്തൂരിൽ 17-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. സംഭവം ഞെട്ടിക്കുന്നതെന്നും തമിഴ്നാട്ടിൽ സ്ത്രീകളാരും സുരക്ഷിതരല്ലെന്നും അണ്ണാമലൈ ആരോപിച്ചു. യുവാക്കളിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗമാണ് പീഡനങ്ങൾക്ക് കാരണമെന്നും അത് തടയാൻ DMK സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ലെന്നും അണ്ണാമലൈ കുറ്റപ്പെടുത്തി. മംഗളൂരുവിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണു. എംകരയ്ക്ക് സമീപം വൈകിട്ട് 6:30ഓടെയാണ് സംഭവം. ആർക്കും കാര്യമായ പരിക്കില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഫോൺ ഉപയോഗിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. സഹോദരൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതോടെയാണ് കിണറ്റിൽ ചാടിയ +1 വിദ്യാർത്ഥിനിയും രക്ഷിക്കാൻ ചാടിയ സഹോദരനും മുങ്ങി മരിച്ചു. തമിഴ്നാട് പുതുക്കോട്ടയിലാണ് സംഭവം.
പുതുക്കോട്ട ജില്ലയിലെ മണ്ടയൂർ സോദ്രിയൻകാട് ചിത്രകുമാർ ജീവിത ദമ്പതികളുടെ മക്കളാണ് മരിച്ച മണികണ്ഠനും പവിത്രയും. സമീപകാലത്തായി +1 വിദ്യാർത്ഥിനി പവിത്രയ്ക്ക് ഫോൺ ഉപയോഗം കൂടുതലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. സഹോദരൻ മണികണ്ഠനും അമ്മയും ഇക്കാര്യം നിരന്തരം പവിത്രയോട് സംസാരിച്ചിരുന്നു. പലപ്പോഴും രാത്രി ഏറെ വൈകിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന കുഞ്ഞനുജത്തിയെ സഹോദരൻ മണികണ്ഠൻ ശകാരിക്കുന്നതും പതിവാണ്. എന്നാൽ ശകാരങ്ങളൊന്നും വിലക്കെടുക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയും പവിത്ര ഫോൺ ഉപയോഗിച്ചു. ഇതോടെയാണ് മണികണ്ഠൻ ഫോൺ പിടിച്ചു വാങ്ങിയത്. ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത് രാത്രി 11 മണിയോടെ പവിത്ര വീട്ടിലെ കിണറ്റിൽ ചാടി. അനിയത്തിയെ രക്ഷിക്കാനായാണ് മണികണ്ഠനും കിണറ്റിലേക്ക് എടുത്തു ചാടിയത്. എന്നാൽ ഇരുവരും മുങ്ങി മരിക്കുകയായിരുന്നു. നവൽപാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരും കിണറ്റിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു. ന്യൂസ് 18 തമിഴ്നാട്. മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടക്കുന്നതിനിടെ പടക്കം പൊട്ടിയ അപകടം. പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ച് കാണികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ പുരോഗതിയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. യുദ്ധം അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ ഒരു ഉന്നതതല സംഘത്തെ നിയമിക്കും. സൗദി അറേബ്യയിലെ റിയാദിലാണ് ചർച്ച നടന്നത്. യുക്രൈനെയോ യൂറോപ്പിനെയോ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അതേസമയം റഷ്യയുടെ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ല എന്ന് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. തങ്ങളുടെ പ്രാതിനിധ്യമില്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു കരാറിലും ഒപ്പിടാൻ തയ്യാറില്ലെന്നും സെലൻസ്കി ആവർത്തിച്ചു. Європа в широкому сенсі, а це і Євросоюз, і Туреччина, і Британія мають бути залучені до розмов і розробки потрібних безпекових гарантій разом з Америкою, які стосуються долі нашої частини світу. Війна триває у нашій частині світу, зовсім поруч. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനു, ചർച്ചയിൽ പുരോഗതി എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും സെലൻസ്കിയുടെ നിലപാട് മറിച്ചാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇന്ന് നടന്ന ചർച്ച, അതിനെ തുടർന്ന് ഉള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? രേണുക, 4 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചയാണ് ഉണ്ടായത്. സൗദി അറേബ്യയാണ് ഇതിന് പ്രധാനമായി ഒരു മധ്യസ്ഥം എന്ന നിലയിൽ അവിടെ കാര്യങ്ങൾ നിർവഹിച്ചത്. അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പുടിൻ താൻ പറഞ്ഞാൽ കേൾക്കും എന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ 4 തത്വങ്ങളിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. അത് സുപ്രധാനമായ ഒരു കാര്യം. വിദേശത്ത് ഈ 2 രാജ്യങ്ങളും അവരുടെ എംബസികൾ ആരംഭിക്കുക എന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. ഒപ്പം തന്നെ ഇനി ഒരു ഉന്നതതല സംഘത്തെ നിയോഗിക്കും. അവർ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും പക്ഷേ ഇത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നീക്കം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ യുക്രൈൻ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അന്ത്യശാസനങ്ങൾക്കൊന്നും തങ്ങൾ കീഴടങ്ങില്ല, ചർച്ചയിൽ തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് ക്ഷണിക്കാത്തൊരു ചർച്ചയിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു കരാറിൽ ഒപ്പിടേണ്ട കാര്യം ഇല്ല എന്ന് യുക്രൈൻ പറയുന്നു. യുക്രൈൻ അടുത്ത ദിവസങ്ങളിൽ എർദോഗാനുമായും ചർച്ച നടത്തും. ടർക്കിയെയും ഈ വിഷയത്തിൽ ടർക്കിയുടെ കൂടി സാന്നിധ്യം ഈ ചർച്ചകളിൽ ഉണ്ടാക്കാൻ യുക്രൈൻ നിലപാടെടുക്കുന്നു. അങ്ങനെ ഏതായാലും പക്ഷേ റഷ്യ ഒരു പിന്നോട്ട് നീങ്ങുന്നു എന്നത് തന്നെ ഈ യുദ്ധം അവസാനിച്ചേക്കും എന്ന സൂചനകളാണ് നൽകുന്നത്. രേണുക, ശരി. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാനഡയിലെ ടൊറന്റോയിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ 17 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിംഗിനിടെ തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്.
പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 3:30 സംഭവം. 4 ക്യാബിൻ ക്രൂ അടക്കം 80 പേരുമായി മിനിയാപോളിസിൽ നിന്ന് ടൊറന്റോയിലേക്ക് വന്ന ഡെൽറ്റ 4819 വിമാനം മഞ്ഞുമൂടിയ റൺവേയിൽ തല കീഴായി മറിയുകയായിരുന്നു. The plane was carrying 4 crew and 76 passengers, among them 22 Canadians. The other passengers were multinational. Airport emergency workers mounted a textbook response, reaching the site within minutes and quickly evacuating the passengers. 17 injured passengers were quickly taken to local area hospitals. At this time, we do not know of any of those passengers having critical injuries. 17 പേർക്ക് പരിക്കേറ്റ അപകടത്തിൽ ഒരു കുട്ടിയടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചാപരിധിയും കുറവായിരുന്നു. തീ ആളിപ്പടർന്നെങ്കിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് വൻ അപകടം ഒഴിവാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. മോദി വാർത്തകൾ തുടരുന്നു. മലപ്പുറം അരീക്കോട് സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടക്കുന്നതിനിടെ പടക്കം പൊട്ടിയ അപകടമുണ്ടായിരിക്കുന്നു. പടക്കത്തിൽ നിന്ന് തീപ്പൊരി തെറിച്ച് കാണികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, നേരത്തെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എത്ര അലക്ഷ്യമായിട്ടാണ് ഇത് പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാകാം. ഇത് പടക്കം തന്നെയാണോ അതോ അമിട്ട് പോലെ ഉള്ള സാധനമാണോ? എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? രേണുക, അരീക്കോട് തെരട്ടമ്മൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുകയാണ് ഇന്ന്. ഈ ഫൈനൽ മത്സരത്തിന് മുൻപാണ് ഈ ഗ്രൗണ്ടിൽ വെച്ച്, മൈതാനത്ത് വെച്ച് കരിമരുന്ന് പ്രയോഗം നടത്തിയത്. ചൈനീസ് പടക്കങ്ങൾ, ചൈനീസ് കരിമരുന്നായിരുന്നു പൊട്ടിച്ചിരുന്നത്. അതായത് ഒരു ബോക്സിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള പടക്കങ്ങളും അതുപോലെ തന്നെയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച് പൊട്ടിക്കുന്ന തരത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നത്. ആ കരിമരുന്ന് വെച്ച ബോക്സ് ചെരിഞ്ഞതാണ് ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ സംഭവത്തിന് വഴിയൊരുക്കിയതെന്നാണ് കരുതുന്നത്. ബോക്സ് ചെരിഞ്ഞതോടെ അതിലുള്ള പടക്കങ്ങളും വാണങ്ങളും ഒക്കെ ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് അനുമതിയോടുകൂടിയാണോ ഇത് നടന്നത്? സാധാരണ ഈ ചൈനീസ് പടക്കങ്ങളൊക്കെ എല്ലാ ആഘോഷങ്ങളിലും പൊട്ടിക്കുന്നതാണ്. അത് സ്ഫോടക വസ്തുക്കളെ ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾ വിഷുവിനും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ പൊട്ടിക്കുന്നതാണ് ഈ ചൈനീസ് പടക്കങ്ങളൊക്കെ. അത് കരിമരുന്ന് പ്രയോഗം എന്ന് പറഞ്ഞാൽ പോലും അത് സാധാരണ എല്ലായിടത്തും സുലഭമായി പടക്കക്കടലിൽ കിട്ടുന്ന ഒന്നാണ്. അത് നമ്മൾ മറ്റ് ഉത്സവങ്ങളിൽ പൊട്ടിക്കുന്ന വെടിക്കെട്ട് പോലെ കാണണ്ട. അതൊരു സാധാരണ എല്ലായിടത്തും സുലഭമായിട്ടുള്ള ഒന്നാണ് ചൈനീസ് പടക്കങ്ങളും ചൈനീസ് കരിമരുന്നുകളും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സംഭവം ചെരിഞ്ഞ് വീണതാണ് അപകടത്തിന് വഴിയൊരുക്കി. 22ഓളം പേർക്ക് ചെറിയ പരിക്കുകളുണ്ട്. ആരും നില ഗുരുതരമല്ല. എല്ലാവരും ആശുപത്രിയിലാണുള്ളത്. മത്സരം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ആൾക്കൂട്ടം, ഇത്രയധികം ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നിടത്ത് ഇങ്ങനെ ഇതൊക്കെ പ്രയോഗിക്കുമ്പോൾ ഉള്ള കരുതൽ ഉണ്ടായിരുന്നോ എന്ന സംശയമുണ്ട്. എന്തായാലും ഇതൊക്കെ സാധാരണം എന്നതാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. 22 പേർക്ക് എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്. അവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ധാരണ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. ഇത് സംബന്ധിച്ച കരാറിൽ ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പുവെച്ചു. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. ഖത്തറിൽ നിന്ന് ഇന്ത്യ കൂടുതൽ പ്രകൃതിവാതകം വാങ്ങാനും ധാരണയായി. ഖത്തർ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഇനിയും ഇന്ത്യയിലേക്ക് മടങ്ങാനാകാത്ത മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്റെ കാര്യവും ചർച്ചയായെന്നാണ് സൂചന. രാവിലെ ഖത്തർ അമീറിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഇന്ത്യയിലെയും ഖത്തറിലെയും വ്യവസായികളുമായും അമീർ കൂടിക്കാഴ്ച നടത്തി.
രാഷ്ട്രപതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഖത്തർ അമീർ മടങ്ങി. ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇലോൺ മസ്ക് അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇതിനുള്ള നടപടികൾ കമ്പനി തുടങ്ങിയത്. 13 തസ്തികകളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം ഇന്നലെ രാത്രിയാണ് ടെസ്ല പ്രസിദ്ധീകരിച്ചത്. കമ്പനിയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ വന്ന പരസ്യം ഡൽഹി, മുംബൈ നഗരങ്ങളിലേക്കാണ്. ഇന്ത്യയിലേക്കുള്ള ടെസ്ലയുടെ വരവ് ഇതുവരെ തടഞ്ഞു നിർത്തിയത് കാറുകൾക്കുള്ള കൂറ്റൻ ഇറക്കുമതി ചുങ്കമായിരുന്നു, 110%. കഴിഞ്ഞ ബജറ്റിൽ അത് 70% കുറച്ചിരുന്നു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അടുത്ത സുഹൃത്ത് ഇലോൺ മസ്കിനെയും സന്തോഷിപ്പിക്കാനാണ് ഇതെന്ന് വ്യക്തം. അതേസമയം കാർഷിക സെസ് ഇതിനു പകരം കൊണ്ടുവന്നു എന്നത് വേറെ കാര്യം. ഇനി അറിയാനുള്ളത് കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ടെസ്ല അംഗീകരിക്കുമോ എന്നതാണ്. അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന തസ്തികകളെല്ലാം ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപെടുന്നവയാണ്. ആദ്യം വാഹനങ്ങളുടെ ഇറക്കുമതിയായിരിക്കും നടക്കുക എന്നത് അതിൽ നിന്ന് വ്യക്തം. അമേരിക്കയിൽ വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇലോൺ മസ്ക് കണ്ടതിന് ശേഷമാണ് ടെസ്ലയുടെ നീക്കം. ആ കൂടിക്കാഴ്ചയിൽ കൂടുതൽ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഇന്ത്യയിൽ പ്രവർത്തനാനുമതി കാത്തിരിക്കുന്ന ഒരു കമ്പനി കൂടിയുണ്ട് ഇലോൺ മസ്കിന്. ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന സ്റ്റാർലിങ്ക്. ഇതേ കച്ചവടം ചെയ്യുന്ന മറ്റ് കമ്പനികൾക്ക് അനുമതി കൊടുത്തിട്ടും സ്റ്റാർലിങ്കിന് അനുമതി കിട്ടിയിരുന്നില്ല. ഈ കാര്യത്തിലും ഇന്ത്യക്ക് മനമാറ്റമുണ്ടായോ എന്നത് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്പെഷ്യൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറിയെന്ന അറിയിപ്പാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ മരിക്കാനിടയായ തിക്കിനും തിരക്കിനും കാരണമെന്ന് RPFന്റെ റിപ്പോർട്ട്. അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്ന റെയിൽവേയുടെ അവകാശവാദം തള്ളുന്നതാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. 8:45 പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ സംബന്ധിച്ച ആദ്യ അനൗൺസ്മെന്റ്. ട്രെയിൻ 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും. മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത അറിയിപ്പെത്തി. സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുക 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഈ സമയത്ത് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മഗധ് എക്സ്പ്രസും 15-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസും ഉണ്ടായിരുന്നു. 10:10 പുറപ്പെടേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറേണ്ട യാത്രക്കാരും 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചിരുന്നു. റെയിൽവേയുടെ അറിയിപ്പ് കേട്ടയുടനെ 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറാനായി 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വഴി 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്താൻ ശ്രമം തുടങ്ങി. മഗധ് എക്സ്പ്രസിലും ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലും പോകേണ്ട യാത്രക്കാർ എതിർദിശയിലെത്തിയതോടെ വലിയ തിക്കിനും തിരക്കിനും ഇടയാക്കി. തിരക്കിനിടെ ചില യാത്രക്കാർ വീണതും മറ്റു യാത്രക്കാർ ഇവരെ ചവിട്ടിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെന്നും സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാൻ സ്റ്റേഷൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നതായും RPF ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ റെയിൽവേക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ റെയിൽവേയുടെ അനൗൺസ്മെന്റാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നെങ്കിലും അത്തരമൊരു അറിയിപ്പ് നൽകിയിരുന്നില്ല എന്നായിരുന്നു റെയിൽവേയുടെ വിശദീകരണം. RPFന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും 2-അംഗ സമിതി റെയിൽവേക്ക് അന്തിമ റിപ്പോർട്ട് നൽകുക. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നാളെ നടക്കുന്ന BJP നിയമസഭാ കക്ഷി യോഗം ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞ നടത്തുമെന്ന് സൂചന. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായില്ലെന്ന നാണക്കേടിന് ഇന്നെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമത്തിലായിരുന്നു BJP. അരവിന്ദ് കെജ്രിവാളിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തിക്കാട്ടാതെയായിരുന്നു BJPയുടെ മത്സരം. മികച്ച വിജയം നേടി 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി തീരുമാനം ആകുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞാലുടൻ പ്രഖ്യാപനം വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പിന്നെയും വൈകി. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ആരെ തീരുമാനിച്ചാലും മറ്റെംഎൽഎമാർ എതിർസ്വരമില്ലാതെ അംഗീകരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഡൽഹി രാംലീല മൈതാനത്ത് വ്യാഴാഴ്ച 4:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. യമുനാ തീരത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും സത്യപ്രതിജ്ഞയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. വേദിയായെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നതിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേസ് ശർമ്മ, ഡൽഹി BJP പ്രസിഡന്റ് സതീഷ് ഉപാധ്യായ, പഞ്ചാബി മുഖമായ ആശിഷ് സൂദ്, ജിതേന്ദ്ര മഹാജൻ, വിജേന്ദർ ഗുപ്ത തുടങ്ങിയ പേരുകൾ സജീവമാണ്. ജാഡ് പഞ്ചാബി പരിഗണന മുതൽ വനിതാ പരിഗണന വരെ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം. വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയാൽ ശിഖ റോയ്, നീലം പഹൽവാൻ, രേഖ ഗുപ്ത, പൂനം ശർമ്മ എന്നീ പേരുകളിൽ ഒരാൾ വരാം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേള കൂടി. മോദി വാർത്തകൾ തുടരുന്നു.
വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച 529.50 കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറാൻ സർക്കാർ തീരുമാനം. 45 ദിവസം എന്ന സമയപരിധി ഈ വായ്പകൾക്ക് ബാധകമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. വായ്പ വിനിയോഗത്തിന് കേന്ദ്രത്തോട് കൂടുതൽ സമയം തേടുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര വായ്പ ഈ സാമ്പത്തിക വർഷം അവസാനത്തിനു മുമ്പ് ചെലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് അപ്രായോഗികമെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ ഇത്തരം വായ്പകൾക്ക് സമയപരിധി നിബന്ധന ഉണ്ടാകില്ലെന്നും പ്ലാൻ ഫണ്ടിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ ഈ നിബന്ധന ബാധകമാകുള്ളൂ എന്നുമാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 16 അടിസ്ഥാന സൗകര്യ പ്രവൃത്തികളുടെയും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സമയപരിധിയുടെ കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനമുണ്ട്. വയനാടിന്റെ പേരിൽ വായ്പ തന്നിട്ട് ഒരു 1.5 മാസം കൊണ്ട് ചെലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വ്യാപകമായ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. എന്തായാലും അല്പം സമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ്. എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താനും ഒരു വശത്ത് കൂടി അത് അല്പം സമയം നീട്ടിക്കിട്ടാനും വായ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലാതെ ഗ്രാന്റ് അല്ല. വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ പരിശോധന നടത്താൻ കൺസൾട്ടൻസി സ്ഥാപനമായ കിഫ്കോഡിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 30 ലക്ഷത്തിലേറെ ചെലവ് വരുന്ന വീടുകൾ എത്രയെണ്ണം നിർമ്മിക്കാനാകുമെന്ന കാര്യത്തിൽ സ്പോൺസർമാർ ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഇതിനു കാരണം. ഗുണഭോക്തൃ പട്ടികയുടെ 2ാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും. നോ ഗോ സോണിലെ താമസക്കാരാണ് ഈ പട്ടികയിലുണ്ടാവുക. ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ടൗൺഷിപ്പിൽ താമസിക്കാനുള്ള താൽപര്യം ചോദിക്കാനും തീരുമാനമുണ്ട്. ഈ വർഷം അവസാനത്തോടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് VD സതീശൻ. 3 വർഷം കൊണ്ട് തുടങ്ങിയ 3 ലക്ഷം സംരംഭങ്ങളുടെ പൂർണ്ണ പട്ടിക പുറത്തുവിടണം. പാവപ്പെട്ടവർ ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭങ്ങളുടെ പേരിൽ മേനി നടിക്കുന്നത് അപഹാസ്യമെന്നും സതീശൻ പറഞ്ഞു. ബ്രൂവറി വരുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട അഹല്യ ക്യാമ്പസിൽ സന്ദർശനം നടത്തി മന്ത്രി MP രാജേഷ്. 33 കോടി ലിറ്റർ വെള്ളം ഇവിടെ സംഭരിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇവിടെ സന്ദർശിക്കണമായിരുന്നുവെന്നും MP രാജേഷ് പറഞ്ഞു. അഹല്യ ക്യാമ്പസിൽ ഏകദേശം 33 കോടി ലിറ്റർ ശേഷിയുള്ള 15 മഴവെള്ള സംഭരണ തടാകങ്ങളുണ്ട്. 1.5 കോടി ലിറ്റർ മുതൽ 7.5 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള 15 ജലസംഭരണികളാണിവ. 7 ഏക്കർ സ്ഥലത്താണ് ഈ ജലസംഭരണികൾ നിൽക്കുന്നത്. ഈ മാതൃക തന്നെ എലപ്പുള്ളിയിൽ വരുന്ന ബ്രൂവറിയും സ്വീകരിക്കുമെന്ന് MP രാജേഷ് പറഞ്ഞു. 3 ലേക്ക് മാത്രമാണ് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള 15 ലേക്കുകളാണ് കൃത്രിമമായി അഹല്യയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. 1.5 കോടി മുതൽ 7.5 കോടി വരെ ലിറ്ററാണ് സംഭരണ ശേഷി. ഒരു വലിയ ടൗൺഷിപ്പിന് ആവശ്യമായ അത്രയും വെള്ളം മഴവെള്ള സംഭരണിയിലൂടെ ഉത്പാദിപ്പിക്കുന്നു, ഉണ്ടാക്കും. ഇവിടെ മഴനിഴൽ പ്രദേശമാണെന്ന് പറയുന്ന VD സതീശന്റെ വാദം തെറ്റാണെന്നും MP രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും സ്ഥലം സന്ദർശിക്കണമെന്നും MP രാജേഷ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു നല്ല കാര്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ അവാസ്തവം പറഞ്ഞിട്ട് അതിനെ എതിർക്കുക, മുടക്കുക എന്നൊരു സമീപനമല്ലേ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഇനി ആരെങ്കിലും വാസ്തവം പറഞ്ഞാലോ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ ഒറ്റപ്പെടുത്തുകയും ചെയ്യാം. ന്യൂസ് 18 പാലക്കാട്. മോഷണം തടയാൻ മദ്യക്കുപ്പികൾക്ക് പൂട്ടിട്ട് ബിവറേജസ് കോർപ്പറേഷൻ. ഔട്ട്ലെറ്റുകളിൽ കുപ്പിക്കഴുത്തിൽ പ്രത്യേക ടാഗിംഗ് നടത്തും. ഈ കുപ്പികൾ ബില്ല് ചെയ്യാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വാതിൽക്കലിലുള്ള സെൻസറിൽ അലാറം മുഴങ്ങും. കുപ്പിക്കള്ളന്മാർക്ക് പിടിയും വീഴും. ഇങ്ങനെ കറങ്ങി നിന്ന് കുപ്പിയുമെടുത്ത് മുങ്ങുന്നവർ ജാഗ്രതയിൽ. മദ്യക്കുപ്പി മോഷണം ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇനി നടക്കില്ല. ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ ദാ ഇങ്ങനെ പിടിവീഴും. ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ മോഷണം വ്യാപകമായതോടെയാണ് മദ്യക്കുപ്പികളുടെ കഴുത്തിൽ പൂട്ടുവീഴുന്നത്. മദ്യക്കുപ്പികളിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് ഇടും. ബില്ല് ചെയ്ത ശേഷം ഈ ടാഗ് ജീവനക്കാർ തന്നെ നീക്കം ചെയ്തു നൽകും. ബില്ല് ചെയ്യാതെ കുപ്പിയുമായി കടക്കാൻ ശ്രമിച്ചാൽ നേരത്തെ കണ്ടതുപോലെ പിടിവീഴും. തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംവിധാനം വൈകാതെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ടാഗിന് പുറമെ കുപ്പികളിൽ പ്രത്യേക ബാർകോഡ് ഒട്ടിക്കാനും ആലോചനയുണ്ട്. 4 ലക്ഷത്തിലേറെ രൂപയുടെ മദ്യമാണ്
സമീപ മാസങ്ങളിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മോഷണം പോയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ മദ്യവിൽപ്പനശാലകൾ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. തീരുമാനത്തിൽ നിന്ന് ബെവ്കോ പിൻവാങ്ങണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന തുടങ്ങുന്നതിനെതിരെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ വൈറ്റില, വടക്കേക്കോട്ട സ്റ്റേഷനുകളിൽ ബെവ്കോയുടെ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങാനാണ് തീരുമാനം. വരുമാന വർധന ലക്ഷ്യമിട്ടാണ് സ്റ്റേഷനുകളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കൊച്ചി മെട്രോ തീരുമാനിച്ചത്. ബെവ്കോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിനായി 2 സ്റ്റേഷനുകളിൽ സ്ഥലവും KMRL അനുവദിച്ചു. ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിനായുള്ള തുടർ ചർച്ചകളും നടപടികളും പുരോഗമിക്കുകയാണ്. സർക്കാർ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി FR ജോൺ അരീക്കൽ പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ച് സപ്ലൈകോയിലും കൊണ്ടുവരും. റേഷൻ കടയിലും ഇപ്പോൾ മിക്കവാറും ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ച് ഒന്നുകൂടി മദ്യപാനികളാക്കി ആ ലഹരി വിലയില്ലാതായി വരുമ്പോൾ അവർ രാസലഹരിയിലേക്ക് പോകും. MDMA പോലുള്ള മാരകമായ വിഷം കഴിച്ച് ലഹരി മൂത്ത് ആളുകൾ പോകും. മെട്രോ സ്റ്റേഷനുകളിൽ ഏറ്റവും വലുത് വടക്കേക്കോട്ട സ്റ്റേഷനാണ്. 4.30 ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയുള്ള വിശാലമായ വാണിജ്യ സ്ഥലവും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് മദ്യവിൽപ്പനയ്ക്ക് വേണ്ടി നീക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് തൃപ്പൂണിത്തുറ രാജനഗരി യൂണിയൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ. ഏകദേശം 8000 പേർക്കൊരു ഔട്ട്ലെറ്റ് വെച്ച് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വടക്കേക്കോട്ടയിൽ തൃപ്പൂണിത്തുറയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിൽ ബിവറേജസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് രാജനഗരിയോടും ഇവിടുത്തെ ജനങ്ങളോടും കാണിക്കുന്ന വഞ്ചനയായിരിക്കും. ഈ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റേഷൻ ജനോപകാരപ്രദമായ എന്തെങ്കിലും ഓഫീസ് തുടങ്ങി അതിൻ്റെ സ്ഥലം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ ആളുകളെ പോക്കറ്റ് അടിക്കുന്ന രീതിയിൽ ഒരു പുതിയതായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി 10ലേറെ ബാറുകളും 3 ഔട്ട്ലെറ്റുകളും ഉണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു സാധനം കൂടി വരണം. ഔട്ട്ലെറ്റുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരപരിധിക്കകത്താണോ സ്റ്റേഷനുകളെന്ന് വിലയിരുത്താനുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് തുടരുന്നുണ്ട്. പ്രതിഷേധവും ഇതിനൊപ്പം ശക്തമാവുകയാണ്. ന്യൂസ് 18 കൊച്ചി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ലോകത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് CPMന്റെ നിലപാട്. പക്ഷേ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് AI വീഡിയോ അടക്കം പുറത്തിറക്കിയാണ് CPMന്റെ പ്രചാരണം. EK നായനാരുടെ AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. സരാങ്ങളെ ഇത് 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ വരില്ല എന്നല്ലേ എല്ലാം പറഞ്ഞേ. ഞാനും മുഖ്യമന്ത്രി ആയില്ലേ, VS ആയി, പിണറായി ആയി. നമ്മുടെ പിണറായി 2ാമത് മുഖ്യമന്ത്രി ആയുള്ളൂ. എന്തുകൊണ്ടാത് ജനത്തിന് വേണ്ടത് നമ്മളോടും. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നയനാരുടെ ഈ AI വീഡിയോ. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് CPM ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി CPM ഉപയോഗപ്പെടുത്തുകയാണ്. AIയുടെ അതിപ്രസരത്തിനെതിരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യ നിലപാട് എടുത്ത ശേഷമാണ് ഈ നീക്കമെന്നതാണ് വിരോധാഭാസം. സൈബർ ഇടങ്ങളിൽ വൈറലായി ഓടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ CPMന്റെ മുൻകാല നിലപാടുകൾ ഓർമ്മപ്പെടുത്തുന്ന ചിലരെങ്കിലുമുണ്ട്. എന്തായാലും നയനാരെ പോലെ ജനപ്രിയ നേതാക്കൾ AIയിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ആവേശമാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. പാർലമെന്ററി ബോർഡ് യോഗത്തിൽ മോദിയുടെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും പുതിയ പ്രസിഡന്റിന്റെ തീരുമാനം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ K. സുരേന്ദ്രൻ തുടരണമെന്നും പുതിയ അധ്യക്ഷൻ വേണമെന്നുമുള്ള 2 വാദങ്ങളും സംസ്ഥാന പാർട്ടിയിൽ ശക്തമാണ്. പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ട 19 സംസ്ഥാനങ്ങളിൽ 10 എണ്ണത്തിലും പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളാണ് അവശേഷിക്കുന്നത്. K. സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, MD രമേശ്, ശോഭാ സുരേന്ദ്രൻ ഈ പേരുകളാണ് സജീവം. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രനെ ഒഴിവാക്കണമെന്ന് എതിർ ഗ്രൂപ്പുകൾ ഒരുപോലെ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് BJP വോട്ട് വിഹിതം 20% എത്തിച്ചതും തൃശൂർ വിജയവും സുരേന്ദ്രന് അനുകൂല ഘടകങ്ങളാണ്. കേരള ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ പിന്തുണയും സുരേന്ദ്രനുണ്ട്. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർക്കും സുരേന്ദ്രനോട് അനിഷ്ടമില്ല. 5 വർഷ കാലാവധി കർശനമാക്കിയാൽ സുരേന്ദ്രന് പകരം രാജീവ് ചന്ദ്രശേഖർ വരാം. V. മുരളീധരൻ, കൃഷ്ണദാസ് പക്ഷങ്ങളുടെ പിന്തുണയും അവകാശപ്പെടുന്നു. ഒഴിയേണ്ടി വന്നാൽ MD രമേശ് അധ്യക്ഷ പദവിയിലെത്തുന്നതിനെ സുരേന്ദ്രൻ എതിർത്തേക്കില്ല. ശോഭാ സുരേന്ദ്രൻ വരുന്നതിനെ തടയാനാവും സുരേന്ദ്രന്റെ ശ്രമം.
അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത വരട്ടെ എന്ന തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് ശോഭാ സുരേന്ദ്രൻ. 2 തവണ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരന് ഒരു ഊഴം കൂടി നൽകുമെന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ മുരളീധരനെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാൻ കേന്ദ്രത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ തർക്കത്തിൽ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്തയച്ച് സാന്ദ്ര തോമസ്. നിലവിൽ നടക്കുന്ന കാര്യങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ആശയക്കുഴപ്പമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പത്രസമ്മേളനം കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജയൻ ചേർത്തലയുടെ പ്രസ്താവന സംഘടനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും സാന്ദ്ര തോമസ് ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതി റിജോ ആന്റണിയുമായി ഇന്നലെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് പാലക്കാട് CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ ഉത്തരവിട്ടത്. ഇതിനായി ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയെ ചുമതലപ്പെടുത്തി. 1 ദിവസം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെ പ്രത്യേക സെല്ലിൽ നിരീക്ഷിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്ന് കോടതി അറിയിച്ചു. പത്തനംതിട്ട പെരുന്നാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ച CPM. പ്രതികളിൽ ചിലർക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് കൊലപാതകം നടത്തിയത് RSSകാരാണെന്ന് CPM ആവർത്തിക്കുന്നത്. ഫണ്ട് പിരിക്കാനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJP പരിഹസിക്കുന്നു. കൊല്ലപ്പെട്ട ജിതിന്റെ സംസ്കാരം നാളെ നടക്കും. ജിതിൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുക്കുകയാണ്. പ്രതിപ്പട്ടികയിലെ ചിലരുടെ CPM ഡിവൈഎഫ്ഐ ബന്ധം പുറത്തായതോടെ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലായി. കേസിലെ പ്രതികളിലൊരാളായ നിഖിലേഷ് സിയറ്റുകാരനാണെന്ന് അമ്മ പറഞ്ഞതും നേതൃത്വത്തെ വെട്ടിലാക്കി. പക്ഷേ നിലപാടിൽ മാറ്റം വരുത്താൻ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തയ്യാറായിട്ടില്ല. ജിതിൻ്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും കൊന്നത് RSS സംഘം തന്നെയാണെന്നും രാജു അബ്രഹാം ആവർത്തിച്ചു. ഒരിക്കലും അവർക്ക് RSSനോ BJPക്കോ അവിടുത്തെ BMSനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. കൈ കഴുകി രക്ഷപ്പെടാൻ എന്ന് ഒരു കാരണവശാലും കഴിയില്ല. സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട RSSന്റെ പ്രവർത്തകർ. നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു RSS ക്രിമിനലാണ്. അദ്ദേഹത്തിന് CITയുമായിട്ട് CPMുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൊലപാതകം RSSന്റെ തലയിൽ കെട്ടിവെച്ച് പിരിവ് നടത്താനുള്ള CPM ശ്രമം പൊളിഞ്ഞുവെന്ന് BJP തിരിച്ചടിച്ചു. നിരവധി പ്രാവശ്യം MLA ആയിട്ടുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു അബ്രഹാം സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പറഞ്ഞത് BJP സംഘപരിവാരമാണെന്നുള്ളത്. അദ്ദേഹം പച്ച കള്ളമാണ് പറഞ്ഞതെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ജാള്യത മറയ്ക്കാനാണ് അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1ാം പ്രതിയായിട്ടുള്ള നിഖിലേഷിന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് CITക്കാരനാണ് മകൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നപ്പോൾ അതിനെ എങ്ങനെയും മൂടാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ല എന്നുള്ള കള്ളപ്രചരണമായിട്ട് രാജു അബ്രഹാം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 പത്തനംതിട്ട. കൊച്ചി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മലയാളി ബാങ്ക് ഉദ്യോഗസ്ഥന് ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവും നേരിട്ട സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. സംസ്ഥാന വ്യാപകമായി എല്ലാ ഇന്ത്യൻ ഓവർസീസ് ബ്രാഞ്ചുകളിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. ജോലിക്കിടെ മേലുദ്യോഗസ്ഥൻ തനിക്ക് ചായയും മരുന്നും വാങ്ങിക്കൊണ്ടുവരാൻ പരാതിക്കാരനോട് ആവശ്യപ്പെട്ടെന്നും ക്രൂരമായി മർദ്ദിച്ചു എന്നുമായിരുന്നു പരാതി. സമാനമായ സംഭവങ്ങൾ മറ്റ് ജീവനക്കാരും നേരിട്ടിട്ടുണ്ടെന്ന് കുടുംബവും തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നു. എറണാകുളം ജോസ് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലെ ജീവനക്കാരനാണ് പരാതിക്കാരൻ. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ 2 ചൈനീസ് പൌരന്മാർ അറസ്റ്റിൽ. ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പുകളിൽ ഏറ്റവും അധികം തുക തട്ടിയ കേസുകളിലൊന്നാണ് ഇത്. ഓഹരി വിപണിയിൽ അമിതലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.65 കോടി രൂപ ഓൺലൈനായി പ്രതികൾ തട്ടിയെടുത്തത്. 2023 സെപ്റ്റംബർ മുതൽ 2024 മെയ് 13 വരെയുള്ള കാലയളവിലായിരുന്നു ഇടപാട്.
തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ കഴിഞ്ഞ ജൂണിൽ ഡോക്ടർ ദമ്പതിമാർ പരാതി നൽകി. കേസിൽ കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൾ സമദ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നാലെ ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും നിർമ്മൽ ജെയിനെയും പിടികൂടി. ചൈന കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വ്യക്തമായി. അഹമ്മദാബാദ് പോലീസ് തുടർന്നായിരുന്നു ചൈനീസ് പൗരന്മാർക്കായുള്ള അന്വേഷണം. എന്നാൽ നിയമപരമായ കാരണങ്ങളാൽ അന്താരാഷ്ട്ര കുറ്റവാളികളായ പ്രതികളിലേക്ക് കേരള പോലീസിന് നേരിട്ടെത്താനായില്ല. ഇതിനിടെയാണ് ചൈനീസ് പൗരന്മാരായ സംഘത്തെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേരള പോലീസ് അഹമ്മദാബാദിലെത്തി വെയ്ചിങ് വാൻ, ഷെയ്ൻ വെയ് ഹോ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. പ്രതികളെ ആലപ്പുഴയിലെത്തിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ദമ്പതികളിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നാളെ രാവിലെ മയക്കുവെടിവെക്കും. വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. വൈകിട്ട് കുങ്കി ആനകളെ ഉൾപ്പെടുത്തി മോക്ക് ഡ്രിൽ നടത്തി. ആനയെ മയക്കുവെടിവെച്ച് തളച്ച ശേഷം കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകും. മൂന്നാറിൽ പരാക്രമം തുടർന്ന് കാട്ടുകൊമ്പൻ പടയപ്പ. ദേശീയപാതയിൽ ദേവികുളം ടോൾപാസയിലും കാട്ടാനയെത്തി. കഴിഞ്ഞ രാത്രി ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം മികച്ച നിലയിൽ. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 418 റൺസ് എന്ന നിലയിലാണ് കേരളം. സെഞ്ചുറി നേടിയ മുഹമ്മദ് അസറുദ്ദീന്റെയും അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ ബേബിയുടെയും സൽമാൻ നിസാറിന്റെയും പ്രകടനമാണ് കേരളത്തിന് കരുത്തായത്. 303 പന്തുകൾ നേരിട്ട് 149 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനും 10 റൺസുമായി ആദിത്യ സർവാദയുമാണ് ക്രീസിൽ. സ്റ്റഡി എബ്രോഡ് രംഗത്ത് 17 വർഷത്തിലധികം പരിചയസമ്പത്തുള്ള കൺസൾട്ടൻസിയാണ് സാൽവേ മറിയ. കോഴ്സ് സെലക്ഷൻ മുതൽ വിസ പ്രോസസിംഗ് വരെയുള്ള എല്ലാ സ്റ്റേജിലും വിദ്യാർത്ഥികൾക്കൊപ്പം നിലകൊള്ളുന്നതാണ് സാൽവേ മറിയയുടെ വിജയരഹസ്യം. സാൽവേ മറിയയുടെ ബ്രാൻഡ് അംബാസിഡർമാരായ ജയറാമും കാളിദാസ് ജയറാമും ഒന്നിച്ച് അഭിനയിച്ച രസകരമായ പുതിയ പരസ്യചിത്രങ്ങൾ പുറത്തിറങ്ങി. ജെനിയുടെ അച്ഛൻ അവളെ പുറത്തു പഠിക്കാൻ വിടുന്നില്ല. ഞാൻ സംസാരിക്കാം. അതിനുള്ള ലെഗസി അപ്പയ്ക്കുണ്ടോ? മികച്ച വിസ സക്സസ് റേറ്റ് ഉണ്ടോ? ഇതിനു മുമ്പ് ആരെങ്കിലും വിദേശത്തേക്ക് അയച്ചിട്ടുണ്ടോ? സാൽവേ മറിയ, വിദേശ പഠനത്തിന് ഏറ്റവും മികച്ച കൺസൾട്ടന്റ്. ജീനിയസ് ജെൻസി. സാൽവേ മറിയ കൊള്ളാം, പേരിനൊരു അന്തസ്സുണ്ട്. വിദേശ പഠനം യാഥാർത്ഥ്യമാക്കാൻ നോ കോംപ്രമൈസ്. സാൽവേ മറിയ, വരൂ, പറക്കാം, പഠിക്കാം. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, ആശാ വർക്കർമാർക്ക് വേതന കുടിശ്ശിക നാളെ മുതൽ വിതരണം ചെയ്യും. 52.85 കോടി സർക്കാർ അനുവദിച്ചു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.